ഇത് ഉലുവ, ആശാളി, അരി, കാട്ടുജീരകം, നോർമൽ ജീരകം, നല്ല ജീരകം, എള്ള്, പച്ചക്കപ്പലണ്ടി, കരിപ്പെട്ടി ശർക്കര, ഇത് അയമോദകം. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അഞ്ജിത സുപ്പൂസ് ഒഫീഷ്യൽ. അപ്പോൾ കർക്കിടക കഞ്ഞി പോലെ തന്നെ കർക്കിടകത്തിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്ന് തന്നെയാണ് കർക്കിടക മരുന്നുണ്ട. നമ്മുടെ ശരീരബലം കൂട്ടുവാനും രോഗപ്രതിരോധ ശേഷിക്കും അതുപോലെ തന്നെ പീരീഡ്സ് ഒക്കെ കറക്റ്റായിട്ട് വരുവാനും അതുപോലെ പെയിനൊക്കെ ഉണ്ടെങ്കിൽ അത് മാറുവാനും ഒക്കെ ഈ ഒരു കർക്കിടക മരുന്നുണ്ട വളരെ നല്ലതാണെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ വളരെ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഒരുപാട് സാധനങ്ങൾ ചേർക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഐറ്റംസ് എല്ലാം സെപ്പറേറ്റ് ആയിട്ട് നന്നായിട്ട് വറുത്തെടുക്കണം. കാരണം എല്ലാത്തിനും വേറെ വേറെ ടൈപ്പ് വേവുകളാണ്. അപ്പം നല്ല രീതിയിൽ തന്നെ ഓരോന്ന് സെപ്പറേറ്റ് ആയിട്ട് ഇതുപോലെ ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ എല്ലാം നന്നായിട്ടൊന്ന് വറുത്ത് ഒന്ന് ചൂടാറിയതിന് ശേഷം നമ്മൾ മിക്സിയുടെ ജാറിൽ നന്നായിട്ട് പൊടിച്ചെടുത്തതാട്ടോ ഈ കാണുന്നത്. അപ്പോൾ എല്ലാം കൂടി മിക്സ് ചെയ്ത് നല്ല രീതിയിൽ തന്നെ നമ്മൾ പൊടിച്ചെടുക്കണം. അപ്പോൾ തരികളൊന്നും ഇല്ലാത്ത രീതിയിൽ നന്നായിട്ട് പൊടിച്ചെടുത്തതിന് ശേഷം ഒന്നില്ലെങ്കിൽ ശർക്കര നമുക്ക് ഉരുക്കി ഇതിനകത്തേക്ക് ചേർക്കാവുന്നതാണ്, ഇല്ലെങ്കിൽ വെറുതെ അരിഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് ചേർക്കാവുന്നതാണ്. അപ്പോൾ അത് അങ്ങനെ പൊടിച്ചെടുത്തത് കഴിച്ച് നോക്കിയപ്പോൾ നല്ല കയ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ കയ്പ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ശർക്കരയും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ശർക്കര കരിപ്പെട്ടി ശർക്കര ആട്ടോ. അപ്പോൾ അതും ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കണം. കുഴച്ചതാ ഇതുപോലത്തെ ചെറിയ ഉണ്ടകളായിട്ട് എടുക്കുകയാണ്. അപ്പോൾ നമ്മളിതാ കുറച്ച് ഐറ്റംസിൽ നിന്ന് തന്നെ നമുക്ക് ഇത്രയധികം ഉണ്ടകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ചെറിയ ഉണ്ടകളാക്കി എടുത്ത് നമുക്ക് ഒരാഴ്ചയൊക്കെ വരെ ഇത് കേടുകൂടാതെ ഇരിക്കും. അപ്പോൾ അത്രയും ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഒന്നാണ്. അപ്പോൾ ഇത് നമുക്ക് ഡെയിലി ഓരോന്ന് വെച്ചിട്ട് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു കർക്കിടക മാസത്തിൽ ഈ ഒരു ടൈമിൽ നമ്മൾ ഏറ്റവും കൂടുതൽ വീട്ടിലുണ്ടാക്കി കർക്കിടക കഞ്ഞി പോലെ തന്നെ കഴിക്കുന്ന ഒന്ന് തന്നെയാണ് കർക്കിടക മരുന്നുണ്ട. അപ്പോൾ ശർക്കരയും കൂടി ചേർത്തപ്പോൾ ആ ഒരു കയ്പ് ബാലൻസ് ആയിട്ടുണ്ടായിരുന്നു. നല്ല എള്ളിൻ്റെയും അതുപോലെ തന്നെ ഉലുവയുടെയും അതുപോലെ കപ്പലണ്ടിയൊക്കെ ചേർത്തിട്ടുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെയൊക്കെ ടേസ്റ്റ് നല്ല രീതിയിൽ തന്നെ കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഞാൻ കഴിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ എന്തായാലും വീട്ടിലുണ്ടാക്കി നോക്കണം. അപ്പോൾ നമ്മുടെ ഈ ഒരു കർക്കിടക ടൈമിലൊക്കെ വളരെ കഴിച്ചിരിക്കേണ്ട ഒരു നല്ലൊരു എന്താ പറയുക, ഒരു ഔഷധ ഗുണമുള്ള ഒന്നാണ് ഈ ഒരു കർക്കിടക മരുന്നുണ്ട്. അപ്പോൾ ശ്യാമ് ഫസ്റ്റ് ടൈമാണ് ഇത് കഴിക്കുന്നത്. അപ്പോൾ ശ്യാമ് കഴിച്ചിട്ടുള്ള റിയാക്ഷൻ നമുക്ക് നോക്കാം. അപ്പോൾ ശ്യാമിനും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. കയ്പുണ്ടാ സ്വല്പം.